ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പ്ലാന്തോട്ടം നാഗര ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും ഇല്ല. നിൽക്കുന്നത് നമ്മുടെ ഒരു ചേച്ചിയാണ്. പിന്നെ ഇതെല്ലാം നമ്മളെ ചേച്ചിമാരാണ് കേട്ടോ. അമ്മതാ നിൽപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുന്ന സമയമാണ് കേട്ടോ. പിന്നെ അതാ കല്യാണത്തിന് വേണ്ടിയുള്ള മലക്കറികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ മുമ്പും ഇതിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചിയുടെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതാ നാളത്തേക്ക് വേണ്ടിയുള്ള പന്തലൊക്കെ കെട്ടി മുറ്റത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആളുകളേ ഉള്ളൂ. അച്ഛൻ ഇരിപ്പുണ്ട്, ആമി ഇരിപ്പുണ്ട്. അച്ഛൻ്റെ മൂത്ത സഹോദരി. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമ്മള് കാണിക്കാൻ ഉദ്ദേശിച്ചതും ഞങ്ങളെ അടുത്ത് ഈ പെൺകുട്ടിക്ക് തലേ ദിവസം ഡ്രസ്സ് കൊണ്ടു കൊടുക്കാനായിട്ട് പുടവ കൊടുക്കലെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കസിൻസ് അങ്ങനെയൊക്കെ ഉള്ള പയ്യന്റെ കസിൻസ് ഒക്കെയാണ് കേട്ടോ. പഴയ നമ്മുടെ തൊട്ട് മുമ്പത്തെ കല്യാണ വീഡിയോയിൽ ഉണ്ടായിരുന്ന ബേബി കല്യാണത്തിന്റെ അവരൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ സമയത്ത് മഴയായിരുന്നു കേട്ടോ, ചെറിയ ചാറ്റലും മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ തൊളിക്കോടുള്ള കരീബ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. കരീബ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിലുള്ള ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. തൊളിക്കോട് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ടെമ്പയിലുള്ള അത്രയും ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് മഴയൊക്കെ പെയ്ത് മൊത്തം മഴയും വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നേ. അപ്പോൾ പെൺകുട്ടിക്ക് ഇതാ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാനായിട്ട് ഫ്രൂട്ട്സും തുണിയും ഒക്കെയാണ് കേട്ടോ കൊണ്ട് കൊടുക്കുന്നത്. അതിലിന്ന് ഞാനും ഉണ്ട് കേട്ടോ. മീനൂട്ടി ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അനിയത്തി ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ ഐറ്റങ്ങൾ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളത് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണേ. ചേച്ചിമാരൊക്കെ ഉണ്ട്. ഫോട്ടോ എടുത്തോണേ എന്ന് പറയുന്നതാണ്. ഫോട്ടോ എടുത്തോണ്ട് എന്നിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കണേ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മള് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, എന്നാലും പിന്നെ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ എല്ലാ ഐറ്റത്തിൽ നിന്നുള്ള ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കും. ആദ്യം ഫ്രൂട്ട്സ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് കൊടുക്കും. അതിനുശേഷമാണ് ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഗൗണോ സാരിയോ സ്കർട്ടും പാവാടയോ കർട്ടും ടോപ്പോ എന്താണെങ്കിൽ ഡ്രസ്സ് അതാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവക്ക് നമ്മൾ എന്തിനാണ് കൊടുത്തത്? ഗൗണല്ല, പാവാടയും ഉടുപ്പും ആ ഒരു ടൈപ്പ് കേട്ടോ, ക്രീം കളറിൽ വരുന്നത്. നിൽക്കുന്നതാണ് കേട്ടോ പെൺകുട്ടി. അവളുടെ പേര് അലീന എന്നാണേ. ഇവിടെ നാഗരയാണ് വീടും, അവളുടെ വീടും നാഗരയാണേ. നാളത്തെ വീഡിയോയിൽ കറക്റ്റ് അവളെ അറിയാൻ പറ്റുള്ളൂ. ഇത് ചേട്ടാ ഒരുപാട് ദൂരെ നിന്ന് എടുത്തത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അത്ര ഇതായിട്ട് നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പൊ എല്ലാം നമ്മുടെ അച്ചുകുട്ടി കൊണ്ടുവന്ന് നാത്തൂനാണ് നമ്മളെ ഏറ്റവും ഇളയ അച്ചുകുട്ടി. അച്ചു അവളെ പേര് യഥാർത്ഥ പേര് വിസ്മയ എന്നാണ്. അവളാണ് നാത്തൂനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവളാണ് ഡ്രസ്സൊക്കെ കൊടുത്തത് കേട്ടോ. ഏറ്റവും ഇളയ അളിയന്റെ മോളാണ്. ഒരു വ്ളോഗർ, ഒരു യംഗർ വ്ളോഗറിന്റെ അനിയത്തി കൂടെ ഉണ്ട്. പിന്നെ വന്ന എല്ലാവരുമായിട്ടുള്ള കുറച്ച് ഫോട്ടോ എടുപ്പ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത് നടക്കുന്നത്. എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണേ. ഞങ്ങളുടെ ഇവിടത്തേക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ചടങ്ങൊന്നും ഇല്ലയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഇല്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതാണ് മൊത്തത്തില്. നമ്മളിവിടെ നിന്ന് പോയ എല്ലാവരെയും ഒക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ എല്ലാവരെയും കൂടെ നിർത്തി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 സെഷനായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ആ സ്ഥല സൗകര്യമില്ലാതായിരുന്നു. അല്ല, ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതുകൊണ്ട് നമ്മൾ വോളിയം കുറച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നാത്തൂൻ കുട്ടി പറഞ്ഞു വേണ്ട, നമുക്ക് പെൺകുട്ടിയെ കൂടെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പെൺകുട്ടിയെ കൂടെ വിളിച്ചു. ഇതാണ് അവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ അകം. നല്ല രസമുണ്ട്. തിയേറ്ററുടെ കണക്കൊക്കെ സെറ്റപ്പിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അതിൻ്റെ ബാക്കിലായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉള്ളത് കേട്ടോ. അത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേ. നമ്മൾ ഫുഡ് കഴിച്ച് എഴുന്നേറ്റല്ലേ ഈ സമയത്ത്. കഴിച്ച് വീടിയൊന്നും എടുത്തില്ല. അവിടെ നമ്മൾ ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഇതായി ഇറങ്ങി കേട്ടോ. ആ സമയത്ത് അടുത്ത് ഹാളിൽ കയറി വന്ന സമയത്ത് മീനക്കുട്ടി പാട്ടൊക്കെ കേട്ടോണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതാണേ.
അവിടെ കുറച്ച് കുഞ്ഞു കുട്ടികൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം വേണ്ട കുറച്ച് കുട്ടികൾ നിന്ന് അപ്പം അത് കണ്ടുകൊണ്ട് മീനുക്കുട്ടി അങ്ങനെ ഡാൻസ് കളിക്കണം. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് കളിച്ചു. ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ കേട്ടുകൊണ്ട്. ഞങ്ങൾ ഇത്തിരി സമയമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഞങ്ങളുടെ തലേ ദിവസത്തെ ഫംഗ്ഷൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങളോട് ഞങ്ങളിന്ന് പങ്കുവച്ചത്. ഉള്ളൊന്നും എടുക്കാനായിട്ടൊന്നും നിന്നില്ല, ഇത്തിരിയൊക്കെ എടുത്തുള്ളൂ അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.